താൻ പ്രകാശത്തിലാണെന്ന് പറയുകയും അതേസമയം തന്റെ സഹോദരനെ ദേഷിക്കുകയും ചെയ്യുന്നവൻ ഇപ്പോഴും അന്ധകാരത്തിലാണ്. സഹോദരനെ സ്നേഹിക്കുന്നവൻ പ്രകാശത്തിൽ വസിക്കുന്നു, അവന് ഇടർച്ച ഉണ്ടാകുന്നില്ല. സ്നേഹനിധിയായ ഈശോയെ, ഇന്നേ ദിനം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. എല്ലാ സൃഷ്ടിജാലങ്ങളെയും കാത്തുപരിപാലിക്കുന്ന അവിടുത്തെ സ്നേഹവാത്സല്യത്തിന് നന്ദി പറയുന്നു. നല്ല ദൈവമേ, അവിടുന്ന് സ്നേഹത്തിന്റെ ഉറവിടവും സ്നേഹം തന്നെയുമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾ സ്നേഹത്തിൽ വസിക്കുമ്പോൾ അവിടുത്തെ സാന്നിധ്യം ഞങ്ങൾ തിരിച്ചറിയുന്നു. മറ്റുള്ളവരോട് ക്ഷമിക്കുവാനും രമ്യതപ്പെടുവാനും പറ്റാതെ വരുന്ന അവസരങ്ങളെ ഓർത്ത് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. എല്ലാവരോടും അനുരഞ്ജനത്തിലായിരിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ മാതാവേ, പ്രകാശത്തിൽ ജീവിക്കുവാൻ ഞങ്ങളിൽ നിന്ന് എല്ലാ അന്ധകാരത്തിന്റെ പ്രവൃത്തികളെയും നീക്കിത്തരണമേ. ഞങ്ങൾക്ക് ഇടർച്ചയ്ക്ക് കാരണമാകുന്ന എല്ലാ അശുദ്ധികളിൽ നിന്നും ഞങ്ങളെ ഈശോയുടെ തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേ. ലോകം മുഴുവനിലേക്കും കത്തിപ്പടരുന്ന സ്നേഹാഗ്നി ഞങ്ങളിൽ ജ്വലിപ്പിക്കണമേ. പരിശുദ്ധ മാതാവേ, അമ്മയുടെ സാന്നിധ്യത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഈ നിമിഷം ഞങ്ങളുടെ ഭവനത്തെയും പ്രിയപ്പെട്ടവരെയും അമ്മയുടെ മാതൃകരങ്ങളിൽ സമർപ്പിക്കുന്നു. ഞങ്ങളിൽ അവിടുത്തെ സമാധാനവും സന്തോഷവും ഐശ്വര്യം നിലനിർത്തണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളെ സ്നേഹത്താൽ ജ്വലിപ്പിക്കണമേ. ഇന്നേ ദിവസം ഞങ്ങളുടെ എല്ലാവരുടെയും കുടുംബങ്ങളെ പരിശുദ്ധാമ്മ വഴി അങ്ങേ പുത്രനായ യേശു ക്രിസ്തുവിന്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മാതാപിതാക്കളെ പ്രത്യേകമായി ഓർക്കുന്നു. ഈശോയെ, അങ്ങ് ആഗ്രഹിക്കുന്ന വിധം ഞങ്ങളുടെ മാതാപിതാക്കന്മാരെ സ്നേഹിക്കുവാനും ബഹുമാനിക്കുവാനും ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുറവുകളെയും രോഗാവസ്ഥകളെയും സമർപ്പിക്കുന്നു. പരിശുദ്ധ മാതാവേ, ഏറ്റവും പ്രത്യേകമായി പ്രായമായ എല്ലാവരുടെയും സ്വഭാവത്തിലെ പ്രത്യേകതകളെ ഉൾക്കൊള്ളുവാൻ പറ്റാത്ത അവസ്ഥകളെ ഓർത്തു പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ മാതാവേ, ഞങ്ങൾ ഓരോരുത്തരും ആയിരിക്കുന്ന അവസ്ഥയിൽ എല്ലാവരും പരസ്പരം സ്നേഹിക്കുവാനും സ്വീകരിക്കുവാനും ശുശ്രൂഷിക്കുവാനും ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. പരിശുദ്ധാമ്മി, ഞങ്ങൾക്ക് വേണ്ടിയും ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണമേ. ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയമേ, മനുഷ്യകുലം മുഴുവന്റെയും മാതാവും മധ്യസ്ഥയും സഹായവും സംരക്ഷകയുമാകുവാൻ ദൈവം മുൻകൂട്ടി തെരഞ്ഞെടുത്തിരിക്കുന്ന അമ്മയെ ഞങ്ങൾ വണങ്ങുന്നു. ഞങ്ങളുടെ കുടുംബത്തിന്റെ മാതാവും സംരക്ഷകയുമായി ഇന്ന് ഞങ്ങൾ അമ്മയെ ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക് സ്വീകരിക്കുന്നു. പാപികളും ബലഹീനരുമായ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും കുടുംബാംഗങ്ങളെയും വസ്തുവകകളെയും അമ്മയുടെ തിരുമുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിന്റെ മാതാവും സംരക്ഷകയുമായി അമ്മയെ ഞങ്ങൾ സ്വീകരിക്കുന്നു. പിശാചിന്റെ എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും തിന്മയുടെ സ്വാധീനങ്ങളിൽ നിന്നും ശാരീരിക രോഗങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ. പാപത്തിന്റെ എല്ലാ ശക്തികളും ഞങ്ങളിൽ നിന്ന് വിട്ടുപോകുവാൻ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. ഒരുക്കമില്ലാത്ത മരണത്തിൽ നിന്നും അപകടങ്ങളിൽ നിന്നും പ്രകൃതിക്ഷോഭം, യുദ്ധം, പകർച്ചവ്യാധികൾ, കുടുംബ തകർച്ചകൾ, തടസ്സബന്ധനങ്ങൾ, കവർച്ച, അക്രമം എന്നിവയിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും സംരക്ഷിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ഇന്നേ ദിനം ഞങ്ങൾക്കുണ്ടാകുന്ന സന്തോഷത്തെയും ദുഃഖത്തെയും അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. മാതാവേ, അങ്ങേ തിരുക്കുമാരന്റെ ഇഷ്ടമനുസരിച്ച് ഈ ദിവസം ജീവിക്കുവാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ക്രിസ്തുനാഥ, പിതാവിന്റെ പുത്ര, അങ്ങയുടെ അരൂപിയെ ഇപ്പോൾ ഭൂമിയിലേക്ക് അയക്കണമേ. സർവ്വജനപദങ്ങളുടെയും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് വസിക്കട്ടെ. അതുവഴി ധാർമ്മിക അധപതനം, യുദ്ധങ്ങൾ, ദുരന്തങ്ങൾ ആദിയായവയിൽ നിന്നും ഞങ്ങളെല്ലാവരും സംരക്ഷിക്കപ്പെടട്ടെ. ഒരിക്കൽ മറിയമായിരുന്ന സർവ്വജനപദങ്ങളുടെയും നാഥ ഇപ്പോൾ ഞങ്ങളുടെ അഭിഭാഷയായിരിക്കട്ടെ, ഞങ്ങളുടെ മധ്യസ്ഥയായിരിക്കട്ടെ. സഹരക്ഷകയായ സർവ്വജനപദങ്ങളുടെയും നാഥേ, ഞങ്ങളുടെ കുടുംബത്തിന്റെ പ്രത്യേകമായ നിയോഗം ഈ നിമിഷം നമ്മുടെ വ്യക്തിപരമായ ആഗ്രഹങ്ങളും പ്രാർത്ഥനകളും നമ്മുടെ മധ്യസ്ഥയായ അഭിഭാഷയായ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുക. പരിശുദ്ധ മാതാവേ, ഞങ്ങൾ സമർപ്പിക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥനകളുടെ മേൽ കരുണയായിരിക്കണമേ.
അങ്ങേ പുത്രനായ യേശുക്രിസ്തുവിന്റെ കരങ്ങളിൽ ഞങ്ങളുടെ പ്രാർത്ഥനകളും ആഗ്രഹങ്ങളും ദുഃഖങ്ങളും സമർപ്പിച്ച് ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. പരിശുദ്ധ കന്യകാമറിയത്തിന് ക്രിസ്തീയ ജീവിതത്തിൽ അതുല്യമായ സ്ഥാനമാണുള്ളത്. ദൈവമാതാവെന്ന സ്ഥാനം മൂലം പരിശുദ്ധാമ്മ സകല മനുഷ്യരുടെയും മാതാവാണ്. സഹരക്ഷക എന്ന നിലയിൽ ക്രിസ്തുവിന്റെ രക്ഷാകര പ്രവൃത്തിയിൽ മറ്റാരേക്കാളും അധികം പങ്കുചേർന്ന് നമ്മെ സഹായിക്കുന്നു. നമ്മുടെ ആധ്യാത്മിക ജനനി എന്ന പദവി മൂലം സകല പ്രസാദവരങ്ങളുടെയും ഉറവിടമായി പരിശുദ്ധ അമ്മ നിലകൊള്ളുന്നു. നിത്യരക്ഷയ്ക്കുള്ള മാറ്റമില്ലാത്ത അടയാളമാണ് ദൈവമാതാവിനോടുള്ള ഭക്തിയെന്ന് നാം എല്ലാവരും അറിയണം. പരിശുദ്ധ കന്യകാമറിയത്തോടുള്ള ഭക്തി നമ്മുടെ പുണ്യ ജീവിതത്തിനും സ്വർഗപ്രാപ്തിക്കും ഫലദായകമാണ്. പരിശുദ്ധിയുടെ വിളനിലമാണ് നമ്മുടെ പരിശുദ്ധ അമ്മ. പുണ്യ സമ്പാദനത്തിനുള്ള പരിശ്രമങ്ങളിൽ എപ്പോഴും നമുക്ക് മാതൃക ആകേണ്ടത് സകല പുണ്യങ്ങളും കൊണ്ട് അലങ്കൃതയായ പരിശുദ്ധ അമ്മയാണ്. ജന്മം കൊണ്ടും കർമ്മങ്ങൾ കൊണ്ടും താൻ സമ്പാദിച്ച പുണ്യഫലങ്ങൾ ലോകം മുഴുവനുമായി വിനിയോഗിക്കുവാൻ പരിശുദ്ധ അമ്മ ആഗ്രഹിക്കുന്നു. നമ്മുടെ വിശുദ്ധിയുടെ അളവുകോൽ ഈശോയുമായുള്ള നമ്മുടെ ബന്ധത്തിന്റെ ആഴമനുസരിച്ചാണ്. സകല മനുഷ്യരിലും വിശുദ്ധരിലും വെച്ച് പരിശുദ്ധ കന്യകാമറിയത്തെ പോലെ ഈശോയുമായി ബന്ധപ്പെട്ട വ്യക്തി ആരാണുള്ളത്? സ്വന്തം പുത്രൻ എന്ന നിലയിൽ ഈശോ മറിയവുമായി അഭേദ്യമായ രീതിയിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. മാനുഷികവും ദൈവികവുമായ സകലവിധ പരിശുദ്ധിയുടെയും കേന്ദ്രമാണ് പരിശുദ്ധ അമ്മ. സ്വർഗീയ നന്മകൾ നമുക്ക് പ്രാപിക്കുവാനും ഈശോയുടെ ഹൃദയത്തിന് അനുരൂപമായ ഒരു ജീവിതം നയിക്കുന്നതിനും പരിശുദ്ധ അമ്മയോടുള്ള ഭക്തി തീർച്ചയായും നമുക്ക് സഹായകമാണ്. ഈ പ്രാർത്ഥനയിലൂടെ നമ്മെ അലട്ടുന്ന ദാരിദ്ര്യം, തൊഴിലില്ലായ്മ, സമാധാനത്തിന്റെ പ്രശ്നങ്ങൾ മുതലായ കുടുംബപരവും വ്യക്തിപരവുമായ എല്ലാ പ്രതിസന്ധികളെയും പ്രതിബന്ധങ്ങളെയും വെല്ലുവിളികളെയും തടസ്സങ്ങളെയും പരിശുദ്ധ അമ്മയുടെ മാതൃകരങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം. കാരണം എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം തേടുവാൻ ദൈവമാതാവിനോടുള്ള ഭക്തി സഹായകമാണ്. അമ്മയെ വിളിച്ചപേക്ഷിക്കുന്ന ആരെയും അമ്മ ഉപേക്ഷിക്കില്ല. ദൈവജനനിയായ പരിശുദ്ധ കന്യകയെ, അമ്മയെ എന്റെ മാതാവും മധ്യസ്ഥയുമായി ഞാൻ ഏറ്റുപറയുന്നു. പുത്രസഹജമായ ഭക്തി എന്നിൽ നിറയ്ക്കണമേ, എന്റെ ഭവനത്തിലുള്ളവരിൽ നിറയ്ക്കണമേ. അങ്ങേ അമൃതസുതയുടെ ഗണത്തിൽ എന്നെയും ചേർക്കണമേ. മക്കളോട് അമ്മയ്ക്കുള്ള സ്നേഹവും വാത്സല്യവും ഞങ്ങളോടും എപ്പോഴും കാണിക്കണമേ. ഏതവസരത്തിലും അമ്മയെ സഹായം അഭ്യർത്ഥിക്കുവാനും നന്മ കൈവരിക്കുവാനും ഇടയാക്കണമേ. എന്റെ ഈ പ്രാർത്ഥനകൾ അങ്ങേ തിരുക്കുമാരൻ വഴിയായി പിതാവിന്റെ പക്കൽ അർപ്പിക്കുവാൻ പരിശുദ്ധ മാതാവേ, ഞാൻ അമ്മയോട് താഴ്മയായി പ്രാർത്ഥിക്കുന്നു. ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച പരിശുദ്ധ മറിയമേ, പാപികളുടെ സങ്കേതമേ, ഇതാ അമ്മയുടെ സങ്കേതത്തിൽ ഞാൻ തേടി വന്നിരിക്കുന്നു. എന്റെ മേൽ, എന്റെ ഭവനത്തിന്റെ മേൽ അലിവായിരുന്ന ഞങ്ങൾക്ക് വേണ്ടി അങ്ങേ തിരുക്കുമാരനോട് പ്രാർത്ഥിക്കണമേ. ലോകസൃഷ്ടാവിന്റെ മാതാവാകുവാൻ ദൈവത്താൽ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട പരിശുദ്ധ കന്യകെ, ഞങ്ങളും സ്വർഗഭാഗ്യത്തിനർഹരായി തീരുവാനുള്ള അനുഗ്രഹം ദൈവത്തോട് അപേക്ഷിച്ച് ഞങ്ങൾക്ക് വാങ്ങിത്തരണമേ. ഞങ്ങളുടെ ലോക ജീവിതത്തിൽ അനേകം പ്രതിബന്ധങ്ങളും പ്രലോഭനങ്ങളും തരണം ചെയ്യേണ്ടിയിരിക്കുന്നു. അവയിൽ നിന്നെല്ലാം മുക്തി പ്രാപിച്ച് ഞങ്ങൾ അങ്ങയോട് സ്വർഗീയ സൗഭാഗ്യത്തിന് അർഹരായി തീരുവാൻ അനുഗ്രഹം നൽകണമേ. ഞങ്ങൾ ബലഹീനരാണ്. അവിടുത്തെ മാധ്യസ്ഥം ഞങ്ങൾക്ക് പ്രത്യാശ നൽകുന്നുണ്ട്. നന്മ നിറഞ്ഞ അമ്മേ, അമ്മയുടെ ശക്തിയാൽ സ്വർഗ സൗഭാഗ്യത്തിൽ എത്തിച്ചേരുന്നതുവരെയും ഞങ്ങളെ നിരന്തരം സഹായിക്കണമേ. ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച പരിശുദ്ധ മറിയമേ, പാപികളുടെ സങ്കേതമേ, ഇതാ അമ്മയുടെ സങ്കേതത്തിൽ ഞാൻ തേടി വന്നിരിക്കുന്നു. എന്റെ മേൽ, എന്റെ ഭവനത്തിന്റെ മേൽ അലിവായിരുന്ന ഞങ്ങൾക്ക് വേണ്ടി അങ്ങേ തിരുക്കുമാരനോട് പ്രാർത്ഥിക്കണമേ. പരിശുദ്ധാമ്മ നമ്മുടെ അമലോത്ഭവയാണ്. പരിശുദ്ധാമ്മ അമലോത്ഭവയാണെന്നുള്ളതിന്റെ തെളിവുകൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ സുലഭമാണ്. നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും. അവൾ നിന്റെ തലയെ തകർക്കും എന്ന വാക്കുകളും ഗബ്രിയേൽ ദൂതന്റെ അഭിവാദ്യവും പരിശുദ്ധ കന്യകയുടെ അമലോത്ഭവത്തിന് തെളിവുകളാകുന്നു. പിതാവായ ദൈവം പരിശുദ്ധ അമ്മയെ അതുല്യ ദാനങ്ങളാൽ അലങ്കരിച്ചു.
മറിയം അവളുടെ ജനനത്തിൽ തന്നെ സകല വരപ്രസാദങ്ങളാലും അലങ്കൃതയായിരുന്നു. 1854 പരിശുദ്ധ 9-ാം പീസ് മാർപ്പാപ്പ പരിശുദ്ധ കന്യകയുടെ അമലോത്ഭവം ഒരു വിശ്വാസ സത്യമായി പ്രഖ്യാപിച്ചു. ലൂർദിൽ അമ്മ പ്രത്യക്ഷപ്പെട്ട് താൻ അമലോത്ഭവയാകുന്നു എന്നരുളി ചെയ്തു. 9-ാം നൂറ്റാണ്ടിന്റെ ഭൗതികവാദങ്ങൾക്കെതിരായിട്ടുള്ള ഒരു വെല്ലുവിളിയായിരുന്നു അത്. പരിശുദ്ധ അമ്മ നമ്മുടെ അനുദിന ജീവിതത്തിൽ പാപ സാഹചര്യങ്ങളും അപകടങ്ങളും ഉണ്ടാകുമ്പോൾ സഹായകമാണ്. പരിശുദ്ധ അമ്മയുടെ പ്രിയപ്പെട്ട മക്കളായ നാം ഓരോരുത്തരും പരിശുദ്ധ കന്യകയുടെ അമലോത്ഭവത്തിൽ അഭിമാനിക്കുകയും പാപരഹിതമായ ജീവിതം അനുവർത്തിക്കുകയും ചെയ്യണം. നമുക്ക് ജ്ഞാനസ്നാനത്തിലൂടെ ഉത്ഭവ പാപത്തിൽ നിന്നും മോചനം ലഭിക്കുന്നുണ്ട്. എന്നാൽ കർമ്മപാപത്തിൽ നിന്നും ദൈവിക സഹായത്താൽ വിമുക്തി പ്രാപിക്കേണ്ടതാണ്. അമലോത്ഭവനാഥയുടെ മാധ്യസ്ഥം ഇതിന് നമുക്ക് സഹായകമാണ്. ആയതിനാൽ പരിശുദ്ധ അമ്മയെ നമ്മുടെ നാഥയും സംരക്ഷകയും അമലോത്ഭവയുമായി നമുക്ക് ഏറ്റുപറയാം. നമ്മുടെ കുടുംബത്തിൽ അമ്മയുടെ സാന്നിധ്യം നമുക്ക് നിരന്തരം അനുഭവിക്കാം. അമലോത്ഭവനാഥയായ പരിശുദ്ധനാഥേ, പാപരഹിതമായ ജീവിതം നയിക്കുന്നതിനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ. ആത്മശരീര വിശുദ്ധി ഞങ്ങളെ അവിടുത്തെ പ്രിയങ്കരായി തീർക്കുന്നു എന്ന് ഞങ്ങൾക്കറിയാം. അതിനാൽ ഞങ്ങൾക്ക് അതിനുള്ള ദാനങ്ങൾ അങ്ങേ തിരുക്കുമാരനിൽ നിന്ന് വാങ്ങിത്തരണമേ. പരിശുദ്ധ മാതാവേ, ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ഞങ്ങളുടെ ഭവനങ്ങളെയും അമ്മയുടെ പരിശുദ്ധിയാൽ അമ്മയുടെ മേലങ്കിയാൽ സംരക്ഷിക്കണമേ. ഞങ്ങളുടെ ഭവനങ്ങളിൽ എന്നും സംരക്ഷകയായി അമ്മയുടെ സാന്നിധ്യം ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മർത്യനായി അവതരിക്കുന്ന ദൈവത്തെ സ്വീകരിക്കുവാനുള്ള യോഗ്യത മാനവരാശിയിൽ ആർക്കും ഉണ്ടായിരുന്നില്ല. എന്നാൽ പരിശുദ്ധ കന്യകയുടെ ജനനത്തിൽ മാത്രമാണ് മാനവരാശിയുടെ ആഗ്രഹം സഫലമാകുന്നത്. സൂര്യോദയത്തിനു മുൻപ് പ്രഭാത നക്ഷത്രം ഉദിക്കുന്നത് പോലെ നീതിസൂര്യനായ മിശിഹായുടെ മനുഷ്യാവതാരം പ്രഖ്യാപിച്ചത് മേരി എന്ന ഉദയ നക്ഷത്രത്തിലൂടെയായിരുന്നു. മാനവകുലത്തെ രക്ഷിക്കുവാൻ മനുഷ്യനായി പൂജാതനാകാനാണ് ദൈവം തിരുമനസ്സായത്. എന്നാൽ ദൈവത്തിന് മനുഷ്യ സ്വഭാവം സ്വീകരിക്കുവാൻ മാനവകുലത്തിൽ നിന്ന് ഒരു വനിതയുടെ സമ്മതം ആവശ്യമായിരുന്നു. അതിനായി പരിശുദ്ധ കന്യകയെ തിരഞ്ഞെടുത്തു. അതിനാൽ തന്നെ അവൾ അമലമനോഹരിയും അമലോത്ഭവയുമാണ്. പരിശുദ്ധ കന്യകയുടെ ജനനം ഭൂലോകത്തിന് ഏറ്റവും വലിയ പ്രത്യാശ നൽകി. അവളുടെ ജനനത്തോടുകൂടി പരിത്രാണ കർമ്മം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ട് അന്ന് സ്വർഗവാസികളും സന്തോഷിച്ചു. പിതാവായ ദൈവത്തിന്റെ പ്രിയപ്പെട്ട മകളും സുതനും ദൈവത്തിന്റെ മാതാവും പരിശുദ്ധാത്മാവിന്റെ മണവാട്ടിയുമായവൾ. പരിശുദ്ധ കന്യകയുടെ നേരെയുള്ള ആത്മാർത്ഥമായ ഭക്തി നമുക്കുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം പ്രശ്നങ്ങളുടെ മധ്യത്തിലും സന്തോഷവും ധൈര്യവും പ്രത്യാശയും പ്രദാനം ചെയ്യും. അതിനാൽ തന്നെ നമ്മുടെ കുടുംബങ്ങളിൽ പരിശുദ്ധ അമ്മയ്ക്ക് സ്ഥാനം നൽകണം. പരിശുദ്ധ കന്യകയുടെ ജനനത്താൽ ലോകത്തെ അനുഗ്രഹിച്ച ദൈവമേ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. സ്നേഹയോഗ്യയായ ദൈവമാതാവേ, ഞങ്ങൾ അമ്മയെ സ്തുതിക്കുന്നു. നീതിസൂര്യനായ മിശിഹായുടെ ജനനത്തിന് മുൻപ് അങ്ങ് ലോകത്തിന് പ്രത്യാശ പകർന്നു. അങ്ങേ ദിവ്യസുതനെ മറ്റുള്ളവരെ അറിയുകയും സ്നേഹിക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഞങ്ങളുടെ പരിശ്രമങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ജനനം ലോകസ്വർഗങ്ങൾക്ക് ആനന്ദാവൃത്തി നൽകി. ഞങ്ങൾ നിത്യസൗഭാഗ്യം അനുഭവിക്കുവാനുള്ള അനുഗ്രഹം അങ്ങേ ദിവ്യകുമാരനായ ഈശോയിൽ നിന്ന് ഞങ്ങൾക്ക് വാങ്ങിത്തരണമേ. പരിശുദ്ധ മാതാവേ, ഞങ്ങളുടെയും ഞങ്ങളുടെ ഭവനങ്ങളുടെയും നാഥയും അമലോത്ഭവയുമായി ഞങ്ങൾ അമ്മയെ ഈ നിമിഷം സ്വാഗതം ചെയ്യുന്നു. നല്ല ദൈവമേ, മുഴുവൻ മനസ്സോടുകൂടെ അങ്ങയുടെ മുൻപിൽ നിൽക്കുന്ന എന്നെയും എന്റെ പ്രിയപ്പെട്ടവരെയും എന്റെ കുടുംബത്തെയും തൃക്കൺ പാർത്ത് എപ്പോഴും കന്യകയായിരിക്കുന്ന പരിശുദ്ധ അമ്മയുടെ അപേക്ഷയാലെ സകല ശത്രുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്നും കൃപ ചെയ്ത് രക്ഷിച്ചു കൊള്ളണമേ. എന്റെ അപേക്ഷകളും എന്റെ പ്രാർത്ഥനകളും ആഗ്രഹങ്ങളും ഞങ്ങളുടെ കർത്താവ് മിശിഹായുടെ തിരുമുഖത്തെക്കുറിച്ച് ഞങ്ങൾക്ക് തന്നരുളണമേ. പരിശുദ്ധ രാജ്ഞി, കരുണയുടെ മാതാവേ സ്വസ്തി. ഞങ്ങളുടെ ജീവനും മാധുര്യവും ശരണവുമേ സ്വസ്തി. ഹവ്വായുടെ പുറന്തള്ളപ്പെട്ട മക്കളായിരിക്കുന്ന ഞങ്ങൾ അങ്ങേ പക്കൽ നെടുവീർപ്പിടുന്നു. ആകയാൽ ഞങ്ങളുടെ മധ്യസ്ഥെ, അമ്മയുടെ കരുണയുള്ള കണ്ണുകൾ ഞങ്ങളുടെ നേരെ തിരിക്കണമേ.
ഞങ്ങളുടെ ഈ പ്രവാസത്തിന് ശേഷം അമ്മയുടെ ഉദരത്തിന്റെ അനുഗ്രഹീത ഫലമായ ഈശോയെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. കരുണയും വാത്സല്യവും നിറഞ്ഞ പരിശുദ്ധ മാതാവേ, ഞങ്ങളുടെ മേൽക്കരുണയായിരിക്കണമേ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അമലമനോഹരിയും അമലോത്ഭവയുമായ പരിശുദ്ധ മാതാവേ, അങ്ങ് ശൈശവദശയിൽ തന്നെ ദൈവത്തിന് പരിപൂർണമായി അർപ്പിച്ച് അവിടുത്തെ സേവനത്തിൽ വിശ്വസ്തത പ്രകടിപ്പിച്ചുവല്ലോ. ദിവ്യനാഥേ, ഞങ്ങളും ദൈവസ്നേഹത്തിലും അങ്ങയോടുള്ള സ്നേഹത്തിലും വിശ്വസ്തരായിരിക്കുവാനുള്ള അനുഗ്രഹം നൽകണമേ. അങ്ങ് ലോകപരിത്രാതാവിനെ പ്രതീക്ഷിച്ചുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിച്ച് അങ്ങിലും ലോകത്തിലും ദൈവസുതന് വാസസ്ഥലം സജ്ജമാക്കി. ഇതുപോലെ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ദിവ്യരക്ഷകൻ ഹൃദയനാഥനായി വസിക്കുവാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ. ദൈവമാതാവായ പരിശുദ്ധ കന്യകയെ, അമ്മയുടെ വിസ്മയാവഹമായ എളിമയെപ്പറ്റി ചിന്തിക്കുമ്പോൾ ഞങ്ങൾ ലജ്ജിതരാകുന്നു. അങ്ങയുടെയും അങ്ങേ തിരുക്കുമാരന്റെയും എളിമ അനുകരിക്കുവാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ. എളിമ വിശുദ്ധിയുടെ അടിസ്ഥാനമാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഞങ്ങളുടെ അഹങ്കാരത്താൽ അവിടുത്തെ ദിവ്യസുതനെ പലപ്പോഴും ദ്രോഹിച്ചിട്ടുണ്ട്. അങ്ങേ സ്നേഹിക്കുന്നതിൽ ഞങ്ങൾ വിമുഖരായിരുന്നു. അവയ്ക്കെല്ലാം പരിഹാരമർപ്പിച്ച് വിശ്വസ്താപൂർവം ഈശോയെയും ദൈവമാതാവായ അങ്ങയെയും സ്നേഹിച്ചും സേവിച്ചു കൊള്ളാമെന്നും ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. പരിശുദ്ധ മാതാവേ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരിൽ സമാധാനവും സന്തോഷവും പാപമോചനവും അനുരഞ്ജനവും നിലനിർത്തണമേ. പരിശുദ്ധ കന്യകേ, പ്രത്യാശയുടെ തിളങ്ങുന്ന നക്ഷത്രമേ, ഞങ്ങളുടെ കുടുംബങ്ങളെയും സുഹൃത്തുക്കളെയും ഞങ്ങളുടെ സ്വപ്നങ്ങളും പദ്ധതികളും പുത്രസ്നേഹത്തോടെ ഞങ്ങൾ അമ്മയ്ക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ അഗാധമായ ആഗ്രഹങ്ങളും അടിയന്തര ആവശ്യങ്ങളും ഞങ്ങൾ അമ്മയെ ഏൽപ്പിക്കുന്നു. തൻ്റെ മക്കളിൽ ആരെയും ഒരിക്കലും നിന്ദിക്കാത്ത കാരുണ്യത്തിന്റെ മാതാവാണ് അമ്മയെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. അതിനാൽ ഞങ്ങളെ വിഷമിക്കുന്നതുമായ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ അമ്മയുടെ കൈകളിൽ സമർപ്പിക്കുന്നു. കരുണയുള്ള മാതാവേ, അമ്മയുടെ ചരിത്രം ഗലീലയിലെ ഒരു ഖന്ന എന്ന നിലയിൽ അത്ഭുതങ്ങളുടെയും ദൈവിക ഇടപെടലുകളുടെയും ഉദാഹരണം നിറഞ്ഞതാണ്. അവിടെ അമ്മയുടെ മധ്യസ്ഥത്താൽ യേശു ജലത്തെ വീഞ്ഞാക്കി മാറ്റി. അമ്മയുടെ മാതൃപരമായ പ്രാർത്ഥനയിലൂടെ ഞങ്ങളുടെ ആവശ്യങ്ങളും നിറവേറ്റപ്പെടുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ വിശ്വാസം ശക്തമാക്കണമേ. അങ്ങനെ ദൈവഹിതത്തിനായി ക്ഷമയോടെയും താഴ്മയോടെയും കാത്തിരിക്കുന്നത് എങ്ങനെയെന്നറിയുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ദൈവത്തിലുള്ള ഞങ്ങളുടെ പ്രത്യാശയുടെയും വിശ്വാസത്തിന്റെ സാക്ഷ്യം ഞങ്ങൾക്ക് ചുറ്റുമുള്ളവരെ പ്രചോദിപ്പിക്കട്ടെ. അങ്ങനെ അവരും പിന്തുണയുടെയും സംരക്ഷണത്തിനും വേണ്ടി അമ്മയിലേക്ക് വരട്ടെ. പ്രിയപ്പെട്ട മാതാവേ, അമ്മയുടെ മക്കളും അമ്മയുടെ പുത്രനായ യേശുവിന്റെ ശിഷ്യരും എന്ന നിലയിൽ ഞങ്ങളെ തന്നെ അമ്മയുടെ കൈകളിൽ സമർപ്പിക്കുന്നു. ജീവിതത്തിന്റെ എല്ലാ സാഹചര്യങ്ങളിലും ഞങ്ങൾ അമ്മയുടെ അനുഗ്രഹവും സംരക്ഷണവും ആവശ്യപ്പെടുന്നു. എല്ലാ സന്തോഷത്തിലും എല്ലാ വെല്ലുവിളികളിലും ഞങ്ങൾ അമ്മയുടെ മാതൃമധ്യസ്ഥയെ ആശ്രയിക്കട്ടെ. അമ്മ ഞങ്ങളെ കേൾക്കുകയും ഞങ്ങളുടെ ആവശ്യങ്ങളിൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധ മറിയമ്മേ, അടിയന്തരമായ ഒരു അത്ഭുതം ആവശ്യമുള്ള എല്ലാവർക്കും അമ്മയുടെ നന്മ നീട്ടണമേ. ഏകാന്തത അനുഭവിക്കുന്ന രോഗികളെയും ദുരിതം അനുഭവിക്കുന്നവരെയും നിരാശജനകമായ സാഹചര്യങ്ങളിൽ ആയിരിക്കുന്നവരെയും അനുകമ്പയോടെ നോക്കണമേ. ദൈവഹിത പ്രകാരം ഞങ്ങൾക്ക് ആവശ്യമായ കൃപയും ആശ്വാസവും സമാധാനവും സന്തോഷവും ഞങ്ങളിലും ഞങ്ങളുടെ ഭവനങ്ങളിലും നിറയ്ക്കണമേ. അങ്ങയുടെ വെളിച്ചം ഞങ്ങളുടെ പാതയെ പ്രകാശിപ്പിക്കട്ടെ. അങ്ങനെ ഞങ്ങൾ അങ്ങയുടെ മാതൃക പിന്തുടരുമ്പോൾ സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം സന്തോഷത്തോടെ നിറവേറ്റുവാൻ കഴിയട്ടെ. പരിശുദ്ധ മാതാവേ, ഈ പുതുക്കിയ സമർപ്പണ കർമ്മത്തിൽ ഞങ്ങളുടെ സംശയങ്ങളും അനിശ്ചിതത്വങ്ങളും ഞങ്ങളുടെ ബലഹീനതകളും പാപങ്ങളും ഞങ്ങൾ അമ്മയെ ഏൽപ്പിക്കുന്നു. ദൈവിക കൃപയുടെ അമ്മയായ പരിശുദ്ധ മറിയമ്മേ, ഹൃദയത്തിന്റെ അഗാധമായ പരിവർത്തനത്തിന്റെ കൃപ ഞങ്ങൾക്ക് നൽകണമേ. അമ്മയുടെ മധ്യസ്ഥതയാൽ ഞങ്ങൾ പാപത്തിൽ നിന്ന് പിന്തിരിഞ്ഞ ദൈവസ്നേഹത്തിലേക്ക് കൂടുതൽ അടുക്കട്ടെ. ദാനധർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതിനും ക്ഷമിക്കപ്പെടുന്നത് പോലെ ക്ഷമിക്കുന്നതിനും പുണ്യത്തിൽ വളരുന്നതിനും ഞങ്ങളെ സഹായിക്കണമേ. ദുഃഖിതയായ പരിശുദ്ധാമ്മേ, കുരിശിന്റെ ചുവട്ടിൽ മകന്റെ വേദന അമ്മ പങ്കുവച്ചു.
ഭാരിച്ച ഭാരങ്ങൾ ചുമക്കുന്നവരെയും മറികടക്കാൻ പറ്റാത്ത പരീക്ഷണങ്ങളെ അഭിമുഖീകരിക്കുന്ന ഞങ്ങളെയും ആശ്വസിപ്പിക്കണമേ. നികത്താനാവാത്ത നഷ്ടം സഹിക്കുന്നവർക്കൊപ്പം അമ്മയുടെ മാതൃസ്നേഹത്തിന്റെ കരം പിടിക്കണമേ. പരിശുദ്ധാമ്മേ, ഞങ്ങളുടെ ജീവിതം ദൈവത്തിന്റെ സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും പ്രതിഫലമാകട്ടെ. അങ്ങനെ ഞങ്ങളിലൂടെ മറ്റുള്ളവർക്ക് ഹൃദയങ്ങളെ പ്രകാശിപ്പിക്കുന്ന വെളിച്ചം കണ്ടെത്തുവാനിടയാകട്ടെ. പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്കും ലോകം മുഴുവനിലുമുള്ള എല്ലാവർക്കും വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. അമ്മയുടെ സാന്നിധ്യവും സംരക്ഷണവും മാധ്യസ്ഥവും എന്നും ഞങ്ങളോടും ഞങ്ങളുടെ ഭവനങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും സമാധാനവും സന്തോഷവും ഐശ്വര്യവും സമൃദ്ധിയും നിങ്ങളുടെ മേലും നിങ്ങളുടെ ഭവനങ്ങളുടെ മേലും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. പ്രിയമുള്ളവരെ, നിങ്ങളുടെ പ്രാർത്ഥനകളും ആമേനും ലൈക്കും രേഖപ്പെടുത്തുവാൻ മറക്കരുത്. ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഓർമ്മപ്പെടുത്തുന്നു. എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനുമായുള്ള ഞങ്ങളുടെ പ്രാർത്ഥനാ കമ്മ്യൂണിറ്റിയിലേക്ക് പ്രാർത്ഥനാ സഹായം ആവശ്യമുള്ളവർക്ക് നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ ഈ വീഡിയോയുടെ കമന്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കും. നന്ദി.